വാത്സല്യം നിറഞ്ഞ ശ്രീമോന്. മോന്റെ അമ്മയുടെ പ്രായമുണ്ടാവും. എനിക്ക് 72 വയസ്സായി. വണിക്കുന്നം രോഹിണി എന്ന ഒരു പാട്ടുകാരിയാണ് ഞാൻ. വള്ളിക്കുന്നം. 5 വയസ്സ് മുതൽ കണ്ണന്റെ ആരാധികയും പാടുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. 26 വർഷം ഇന്ത്യൻ ഡാൻസ് അക്കാദമി കൊല്ലം കേരളത്തിലെ ഏറ്റവും മികച്ച നൃത്ത ഗ്രൂപ്പാണ്. കലാമണ്ഡലം ഗംഗാധരനും സംഘവും ട്രൂപ്പിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും പ്രോഗ്രാം അവതരിപ്പിച്ചു. ഒരുപാട് അംഗീകാരവും ലഭിച്ചു. ഈ കാലയളവിൽ ഞാൻ കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് വീടിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. 1998 മാർച്ച് 8 മാഷ് മരണപ്പെട്ടു. അതിനുശേഷം സ്കൂൾ കോമ്പറ്റീഷനും ഭക്തിഗാനമേളയും ഒക്കെയായി. അങ്ങനെ 2008 ഒരു ചുമ വന്ന് ശബ്ദം അടച്ചുട്ടോ. ഒത്തിരി ചികിത്സിച്ചു. അവസാനം 28 ദിവസം മരുന്ന് കഴിച്ചു. സംസാരിക്കാതെ കിടന്നു. കരഞ്ഞു. 30 ദിവസമായപ്പോൾ വാളകം CSI സ്കൂളിൽ നിന്ന് സ്റ്റേറ്റ് മത്സരത്തിന് പാടാൻ ഡാൻസ് മാസ്റ്റർ വിളിച്ചു. തീരെ വയ്യാതിരുന്ന ഞാൻ കണ്ണനോട് പറഞ്ഞു, ഒരാഴ്ച അവിടെ വന്ന് നിന്നോളാം ഭഗവാനെ, എനിക്ക് പാടാൻ സാധിക്കണേ എന്ന്. ഞാൻ അങ്ങനെ മത്സരത്തിന് പോയി. നമ്മുടെ ഐറ്റംസിലെല്ലാം പഴയ പോലെ തന്നെ ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടി. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുന്നംകുളത്ത് നിന്നും മേക്കപ്പ് മാനുമായി ഗുരുവായൂർ പോയി. കണ്ണൻ്റെ മുമ്പിൽ നിന്ന് സമയം പോയതറിയാതെ ഒത്തിരി സമയം നിന്ന് കരഞ്ഞു. അങ്ങനെ കണ്ണൻ എൻ്റെ ശബ്ദവും തിരിച്ചു തന്നു. ഇപ്പോഴും ഞാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭാഗവത പാരായണം ചെയ്ത് അങ്ങനെ ആ തൊണ്ട കൊണ്ട് തന്നെ ജീവിക്കുന്നു. ഇത്രയും പറയാതെ ഒന്നും ആവില്ല. സമയം കൂടുതലാവുമെങ്കിൽ മോൻ വായിച്ചിട്ട് ചുരുക്കിയെങ്കിലും എൻ്റെ ഈ അനുഭവം ത്രിമധുരത്തിൽ പറയണേ. രോഹിണി ചേച്ചി, രോഹിണി അമ്മ. എന്താ കഥ അല്ലേ? ഒരുപാട് എക്സ്പീരിയൻസ് ആണ് ഈ ഡാൻസ് മേഖലയിൽ. കേട്ടപ്പോൾ മനസ്സിലായി. യുവജനോത്സവ വേദിയിലും അതിനു മുമ്പേ തന്നെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചു എന്ന് അമ്മ പറയുന്നുണ്ട്. എന്താ കഥ? ഏതെല്ലാം ഭാഗത്തു നിന്നാണല്ലേ നമുക്ക് അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ട് മാത്രം ഇനി അനുഭവങ്ങൾ അയക്കുക കേട്ടോ. ഹരേ കൃഷ്ണ.